എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് നിരവധി വിജയകഥകൾ എനിക്ക് വ്യക്തിപരമായി അയച്ചു തരുന്നതിൽ. അതോടൊപ്പം തന്നെ നമ്മുടെ ക്ലാസ്സിലെ ഓരോ ടാസ്കും കൃത്യമായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ വലിയ വലിയ മാറ്റം നിങ്ങൾക്കും ഉണ്ടാകുന്നതാണ്. നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്ന കാര്യമാണ് ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്, അതായത് ഉദ്ദേശം എന്ന് പറയുന്നത്. എന്താണ് സത്യത്തിൽ നമുക്ക് വേണ്ട ഉദ്ദേശം? പല രീതിയിലും പലർക്കും പല ഉദ്ദേശങ്ങളുണ്ടാവും. ചിലപ്പോൾ വ്യക്തിപരമായിരിക്കാം, ചിലപ്പോൾ കുടുംബത്തിൻ്റെ കാര്യമായിരിക്കാം, ചിലപ്പോൾ സമൂഹത്തിനായിരിക്കാം. അങ്ങനെ പല ഉദ്ദേശങ്ങളും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമുക്കുണ്ട്. പക്ഷേ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് വ്യക്തിപരമാണെങ്കിൽ ഒരിക്കൽ തന്നെ പ്രപഞ്ചം നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നത് വളരെ കുറച്ചായിരിക്കും. ഞാൻ എനിക്ക് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ സുഖം അല്ലെങ്കിൽ എൻ്റെ സന്തോഷം, എൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷം എന്ന രീതിയിലായിരുന്നു കുറേ കാലം ജീവിച്ചത്. അത് കാരണം എനിക്ക് വലിയൊരു മാറ്റമൊന്നും എൻ്റെ ലൈഫിൽ സംഭവിച്ചില്ല. മറിച്ച് എൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരമാണ് എന്നുള്ള ചിന്തയാണ് എന്നെ ലോ ഓഫ് അട്രാക്ഷൻ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന് പറയുന്ന ഒരു മഹത്തരമായ ലക്ഷ്യം ഞാൻ സെറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ പതിയെ പതിയെ വലിയ മാറ്റങ്ങൾ തന്നെയാണ് സംഭവിച്ചത്. അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിത ലക്ഷ്യം സെറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ജീവിത ലക്ഷ്യം വെക്കുന്ന സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ ഫാമിലിക്കോ മാത്രമല്ല, സമൂഹത്തിലെ എല്ലാ വ്യക്തികൾക്കും, എല്ലാ മതങ്ങളിലെയും ഈ രാഷ്ട്രത്തിലെ എല്ലാ വ്യക്തികൾക്കും, ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും, അതിലുപരിയായി പ്രകൃതിക്കും, പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും നിങ്ങളെ കഴിയുന്ന രീതിയിലുള്ള സഹായം ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇതാണ് നിങ്ങളുടെ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത്. ഒരിക്കൽ തന്നെ വ്യക്തിപരമാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഗ്രൂപ്പിന് ലിങ്ക് നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുക എന്നുള്ളത്. എത്ര ഗ്രൂപ്പുകൾ വേണമെങ്കിലും ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. കാരണം ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മളിലൂടെ ഒരു വലിയൊരു മാറ്റത്തെയാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടതും. നിങ്ങളിലെ ഏറ്റവും വലിയ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് ജനങ്ങളുടെ നന്മയായിരിക്കണം, ഈ രാഷ്ട്രത്തിൻ്റെയും ലോകത്തിൻ്റെയും നന്മയായിരിക്കണം. അതിലൂടെ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നന്ദി.